Hi everyone, welcome to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുക, ഇതൊക്കെ നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമാണ്. ശരിയല്ലേ? ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസുമായിട്ടാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ, പല നാഷണാലിറ്റി ഉള്ള ആളുകൾ, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, ഇവരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്ലോബൽ ലിങ്കിങ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. പലപ്പോഴൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മാതൃഭാഷയെ വിസ്മരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള കാര്യം. മാതൃഭാഷയെ വിസ്മരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അവസരങ്ങളുടെ പുറകെ പോകുന്നു, അല്ലെങ്കിൽ ലോകത്ത് എവിടെയുമുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഇംഗ്ലീഷിലൂടെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം നമ്മുടെ ചുറ്റും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, നല്ല ജോലിയുള്ളവർ, നല്ല സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചവർ, നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ. ഇങ്ങനെയുള്ള കൂട്ടത്തിൽ പോലും പലപ്പോഴും പല ആളുകളും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആളുകളെങ്കിലും. അതൊരു കാരണം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പല കാരണങ്ങളുമുണ്ട്. ആക്സെന്റയുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷിൽ പുറകോട്ട് നിൽക്കുന്നവർ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് സ്വപ്നം കാണുന്നവർ, അതിന് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സെന്റയിൽ ഇനിയുള്ള വീഡിയോസൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പല ടോപ്പിക്സിലും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഇത് തീർച്ചയായിട്ടും കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് നിങ്ങൾ എത്തിക്കണം. അപ്പം നമുക്ക് ഭാഷ സംസാരിക്കാൻ എന്താണ് തടസ്സമെന്ന് ഒന്ന് ആദ്യമായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്കൂളുകളിലും കോളേജസിലൊക്കെയാണ് പഠിച്ചത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇതിനൊപ്പം പല റീസൺസും ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കിക്കോ, നമുക്ക് സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങളിവിടെ കാണുന്ന എല്ലാ വീഡിയോസും കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ വീഡിയോസും കാണുക. ഇവിടെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നീട് നിങ്ങൾക്ക് അത് മിസ്സാവില്ല, നിങ്ങൾ മറന്നു പോവില്ല. അപ്പോൾ കേൾക്കുന്നതിനൊപ്പം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനൊപ്പം ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാകുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിങ്ങൾ കണ്ടെത്തുക. ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാവാം. അവരുമായിട്ട് നിങ്ങളോട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കേൾക്കുന്നു, എഴുതി വെക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആക്സെന്റയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു വെരി മച്ച്.